വെള്ളാപ്പള്ളിയുടെ രാഷ്ട്രീയ പാർട്ടി രൂപീകരണത്തിനെതിരെ കോൺഗ്രസും സിപിഐഎമ്മും. വെള്ളാപ്പള്ളിയുടെ പാർട്ടി യുഡിഎഫിന് വെല്ലുവിളിയാകില്ലെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം എ കെ ആന്റണി പറഞ്ഞു. വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ട് ആർഎസ്എസ് അജണ്ട പ്രകാരമാണ് വെള്ളാപ്പള്ളി പാർട്ടി രൂപീകരിച്ചതെന്ന് സിപിഐഎം പൊളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് പറഞ്ഞു. മുഖ്യമന്ത്രിയും കെപിസിസി പ്രസിഡന്റും വെള്ളാപ്പള്ളിയെ വിമർശിച്ചു. വെള്ളാപ്പള്ളി വെല്ലുവിളിയാകില്ലെന്ന് പറഞ്ഞാണ് എ കെ ആന്റണി പുതിയ പാർട്ടിയെ തള്ളിക്കളഞ്ഞത്. കേരളത്തിൽ ഇപ്പോൾ തന്നെ ധാരാളം പാർട്ടികളുണ്ട് യു ഡി എഫിനെ എതിർക്കുന്നത്. പക്ഷേ ഇതുകൊണ്ടൊന്നും കേരളത്തിൽ യു ഡി എഫിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഒരു തടസ്സം ഉണ്ടാകാൻ പോകുന്നില്ല. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും വെള്ളാപ്പള്ളിയുടെ പാർട്ടിയെ വിമർശിച്ച് രംഗത്തെത്തി. ബിജെപിക്കും ആർഎസ്എസിനും വേണ്ടിയുള്ള ഒരു റിക്രൂട്ടിംഗ് ഏജൻസി ആയിട്ടാണ് ഇന്നലത്തെ പാർട്ടിയുടെ പ്രഖ്യാപനം കേട്ടപ്പോൾ തോന്നിയത്. SRPയുടെ ഗതിയാകും വെള്ളാപ്പള്ളിയുടെ പാർട്ടിക്കുണ്ടാകുകയെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ സ്വീകാര്യത ഒരു കാരണവശാലും ഈ പാർട്ടിക്ക് ലഭിക്കാൻ പോകുന്നതല്ല. വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിടുന്ന RSS അജണ്ടയുടെ ഭാഗമാണ് വെള്ളാപ്പള്ളിയുടെ പാർട്ടിയെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് പറഞ്ഞു. This is a RSS BJP project, the new party of Vellapalli notation. ഗുരുനാമം ഉച്ചരിക്കാനുള്ള അർഹത വെള്ളാപ്പള്ളിക്ക് നഷ്ടപ്പെട്ടതായി KPCC പ്രസിഡന്റ് VM സുധീരൻ പറഞ്ഞു. ഗോഡ്സേയിസം സ്വന്തമാക്കി മുന്നോട്ട് പോകുന്ന വെള്ളാപ്പള്ളിയുടെയും കൂട്ടരുടെയും ഈ നീക്കം രാജ്യ നന്മയ്ക്കല്ല, ജനനന്മയ്ക്കല്ല. വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ, തിരുവനന്തപുരം.